ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. വീണ്ടും വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. നമ്മളെ വിശ്വാസത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്നലെ നമ്മൾ പ്രാരംഭ വിശ്വാസം, ഇനീഷ്യൽ ഫെയ്ത്തിനെ കുറിച്ചാണ് കണ്ടത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിശ്വാസം അത് തുടങ്ങുന്നത് എങ്ങനെ. ഇന്നലെ വിശ്വാസത്തിന്റെ ആ തുടക്ക കാര്യങ്ങൾ പറഞ്ഞപ്പോൾ 2 വാക്യങ്ങൾ ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞു. റോമാലേഖനം 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവരും, ആദ്യം യഹൂദനും പിന്നെ യവനും, അത് രക്ഷയ്ക്കായി ദൈവത്തിന്റെ ശക്തിയാണ്. അതായത് സുവിശേഷത്തിൽ തന്നെ അത് വിശ്വസിക്കാൻ ആവശ്യമായ ശക്തി ദൈവം അടക്കം ചെയ്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും സുവിശേഷം പറയുമ്പോൾ പറയാനുള്ള മടി എന്ന് പറയുന്നത്, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലല്ലോ, എനിക്ക് ശരിയായിട്ടത് പറയാൻ അറിയില്ലല്ലോ. നിങ്ങൾ പറയുന്ന വാക്ക് വിക്കിയാണെങ്കിലും, നിങ്ങൾ പറയുന്ന വാക്ക് മറ്റുള്ളവർക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും അതിൽ യേശുവിന്റെ ക്രൂശുമരണത്തിലൂടെയുള്ള രക്ഷയുടെ ദൂത് ഉണ്ടെങ്കിൽ, യേശു എന്റെ പാപത്തിനു വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്, ആ യേശുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, ആ യേശുവിനെ ദൈവമായി വാഴിച്ചുകൊണ്ട് ഞാൻ ജീവിക്കണം, ഇത്രയും കാര്യം നിങ്ങളുടെ സുവിശേഷത്തിൽ ഉണ്ടെങ്കിൽ ആ സുവിശേഷം വിശ്വസിക്കാൻ ആവശ്യമായ ശക്തി അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിങ്ങളുടെ വാക്ചാതുര്യം കൊണ്ടല്ല ആ സുവിശേഷം പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, പലരുടെയും ജീവിതത്തിൽ അവർ രക്ഷിക്കപ്പെട്ടപ്പോൾ അവർ കേട്ട സുവിശേഷത്തിന്റെ മാനുഷികമായിട്ട് ചിന്തിച്ചാലുള്ള ശക്തി കുറവ്. ഒരിക്കൽ ഞാൻ ഒരു സാക്ഷ്യം കേട്ടത് ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു കള്ളനായിരുന്നു, പിന്നീട് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. അപ്പൊ രക്ഷിക്കപ്പെട്ടതെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: അദ്ദേഹത്തെ പോലീസ് പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ സമയത്ത് അദ്ദേഹത്തിന് കഴിക്കാനായി പൊറോട്ട വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഈ പൊറോട്ട ഹോട്ടലിൽ നിന്ന് പൊതിഞ്ഞു കൊണ്ടുവന്ന പേപ്പറിന്റെ ഒരു ട്രാക്റ്റ് ആയിരുന്നു. സാധാരണ നമ്മൾ ഈ ട്രാക്റ്റ് കൊടുക്കുമ്പോൾ ഹോട്ടലുകാരൊക്കെ ചിലപ്പോൾ എടുത്ത് മാറ്റി വെക്കും പൊതിയാൻ വേണ്ടി. പക്ഷെ ആ പൊതിഞ്ഞ ട്രാക്റ്റ് വായിച്ചിട്ടാണ് അദ്ദേഹം രക്ഷിക്കപ്പെട്ടത്. ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. അതിൽ തന്നെ ദൈവത്തിന്റെ ശക്തി ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രാരംഭ വിശ്വാസത്തിന് ആവശ്യമായിട്ടുള്ള പവർ അതിൽ തന്നെ ഉണ്ട്. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. അത് എന്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ഫോർ ഇറ്റ് ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗോഡ് ഈസ് റിവീൽഡ് ഫ്രം ഫെയ്ത്ത് ഫോർ ഫെയ്ത്ത്. വിശ്വാസത്തിനു വേണ്ടി ഉള്ള വിശ്വാസം, ഇനിഷ്യൽ ഫെയ്ത്ത് സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. അത് നമ്മൾ കണ്ടത് സുവിശേഷം വരുന്നതിന് മുൻപ് ഉള്ള കാലഘട്ടത്തിൽ പ്രകൃതിയിലൂടെ അല്ലെങ്കിൽ ജാതീയരായ ആളുകളുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും. നിങ്ങളത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം വചനത്തെ ഉറപ്പിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? വിശ്വാസികൾക്ക് വേണ്ടിയല്ല. പക്ഷെ സങ്കടം എന്ന് പറയുന്നത് വിശ്വാസികളാണ് ഇതിന്റെ പുറകെ ഓടുന്നത്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനം ഉറപ്പിക്കുന്നത് അവിശ്വാസികൾക്ക് വേണ്ടിയാണ്. വിശ്വാസികൾ ഇപ്പോഴും അത്ഭുതത്തിന്റെ അടയാളത്തിന്റെ പുറകെ പോകുമ്പോൾ അത് ദൈവത്തെ പരീക്ഷിക്കുകയാണ്. അവര് ദൈവത്തെ അറിഞ്ഞു എന്നിട്ടും പറയുകയാണ് അതൊന്നും കൂടെ തെളിയിക്കുക. പലപ്പോഴും പരീക്ഷന്മാർ യേശുവിനോട് ചോദിച്ചു, അത്ഭുതങ്ങൾ കാണിക്കാമോ? അപ്പോൾ അത്ഭുതങ്ങൾ കാണിക്കാമോ എന്നുള്ള ചോദ്യത്തിന് യേശു ഒരു അനുകൂലമായ മറുപടി അല്ല പറഞ്ഞത്. അവർ ശാസിക്കുകയാണ് പലപ്പോഴും ചെയ്തത്. ഒരു പുതിയ വിശ്വാസിക്ക് ആ പ്രാരംഭ വിശ്വാസത്തിന് ആവശ്യമായിട്ടുള്ള ശക്തി അതിൽ തന്നെ അടക്കം ചെയ്തിട്ടുണ്ട്. ആ ഇനിഷ്യൽ ഫെയ്ത്തിന്റെ സ്റ്റേജ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു. നമ്മൾ രക്ഷിക്കപ്പെട്ടു. ഇനി ആ വിശ്വാസത്തിൽ നമ്മൾ വളരാൻ ദൈവം ആഗ്രഹിക്കും. ഒരിക്കൽ
യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ഇങ്ങനെ അപേക്ഷിച്ചു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. വിശ്വാസം വർദ്ധിപ്പിച്ചു തരാനുള്ള ആ ഒരു അപേക്ഷ പോലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും നമ്മൾ വിശ്വാസത്തിൽ വളരണം. ഓരോ വർഷം കഴിയുന്തോറും, ഓരോ നാളുകൾ കഴിയുന്തോറും, നമ്മൾ കർത്താവിനെ കൂടുതൽ അറിയും തോറും വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ആർക്കും മനസ്സിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത അത്ര ബൃഹത്തായ, ആഴമേറിയ, മനോഹരമായ കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് ഇത് നമുക്ക് പലപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നില്ല? കാരണം വിശ്വാസത്തിൽ നമ്മൾ വളരുന്നില്ല. വിശ്വാസത്തിലൂടെ മാത്രമാണ് ഇതൊക്കെ നമുക്ക് സ്വായത്തമാക്കാൻ, ഇതൊക്കെ നേടുവാൻ കഴിയൂ. നമ്മുടെ പ്രശ്നം, നമ്മൾ വല്ലാതെ ഭൗതികമായി, ലൗകികമായി പിടിക്കപ്പെട്ടവരായതുകൊണ്ട് ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നത് ഭൗതിക കാര്യങ്ങളെ കുറിച്ചാണ്. നമുക്ക് തരുന്ന ഭൗതികമായ വസ്തുക്കൾ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് നമ്മൾ പറയുന്നത് കാറും വീടും വീസയും പൈസയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ക്രിസ്ത്യൻ ജീവിതത്തിൽ ലിമിറ്റഡ് ആയി പോകുന്നു, ഒതുങ്ങിപ്പോകുന്നു. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന മനോഹരമായ കാര്യങ്ങൾ, ആഴമേറിയ കാര്യങ്ങൾ. ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാരുമായിട്ട് മറുരൂപ മലയിലേക്ക് പോയി. യേശു തന്റെ രൂപം മാറി തേജസ്സുള്ളവനായി തീർന്ന സമയത്ത് പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ 3 കുടിലുണ്ടാക്കാം. ഒന്ന് ഏലിയാവ്, ഒന്ന് മോശ, ഒന്ന് യേശു. ഞങ്ങൾ വെയിലത്ത് കിടന്നാണോ? എന്നാലും സാരമില്ല. പത്രോസ് പറയാണ്, നമുക്ക് ഇവിടെ താമസിക്കുന്ന നല്ലത്. അവരല്പം കണ്ടപ്പോൾ തന്നെ പത്രോസ് വളരെയധികം രസം പിടിച്ചു, സന്തോഷനായി തീർന്നു. ദൈവം നമുക്ക് വേണ്ടി ക്രിസ്ത്യ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ വേഗത്തിൽ മടുത്തു പോകുന്നത്? മടുത്തു പോകുന്നതിന്റെ കാര്യം, നമ്മൾ കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. വിശ്വാസത്തിൽ നമ്മൾ വളരുന്നില്ല. ഈ ലൗകികമായ കാര്യങ്ങൾക്കൊക്കെ താൽക്കാലിക സന്തോഷമേ ഉള്ളൂ. നമ്മൾ പോകാത്ത ഒരു രാജ്യത്തിന്റെ ഭംഗി എപ്പോൾ വരെ എന്നറിയാമോ? പോകുന്നത് വരെയുള്ളൂ. പോയി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏതൊരു കാര്യവും ഭൗതികമായ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വേഗത്തിൽ മടുക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമുക്കൊരു വീട് കിട്ടുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, കാറ് കിട്ടുന്നു, മടുക്കുന്നു. പിന്നെ പുതിയ കാറ് കിട്ടിയാൽ അത് സന്തോഷം, അതും വേഗത്തിൽ മടുക്കുന്നു. ക്രിസ്ത്യത്തിൽ മടുക്കാതിരിക്കണമെങ്കിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ആഴമേറിയ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണം. അതിലേക്ക് പോകണമെങ്കിൽ വിശ്വാസത്തിൽ വളർന്നാൽ മാത്രമേ നമുക്കത് ലഭ്യമാകൂ. എങ്ങനെയാണ് ക്രിസ്ത്യ ജീവിതത്തിൽ വളരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? പ്രോഗ്രസീവ് ഫെയ്ത്ത്, വളരുന്ന വിശ്വാസം, പ്രോഗ്രസീവ് ഫെയ്ത്ത്. ഒന്നാമത്തെ പാഠം, അത് ഇൻസ്റ്റന്റ് അല്ല, പെട്ടെന്ന് ലഭിക്കുന്ന ഒന്നല്ല വിശ്വാസത്തിലുള്ള വളർച്ച. പല വിശ്വാസികളും ചതിക്കപ്പെടുന്നത്, നിങ്ങൾ ഈ മീറ്റിംഗിൽ വന്ന് പങ്കെടുക്കുക, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. അപ്പൊ നമ്മൾ വളരെ പണം ചെലവഴിച്ച് വളരെ യാത്ര ചെയ്ത് ദൂരെ ഒരു സ്ഥലത്ത് പോയി മീറ്റിംഗിൽ പങ്കെടുക്കുക. ആ മീറ്റിങ്ങുകളൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു രസമൊക്കെ തോന്നും, വിശ്വാസമൊക്കെ വർദ്ധിച്ചെന്നൊക്കെ തോന്നും. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും വിശ്വാസമൊന്നും വളർന്നിട്ടില്ല. അങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തത് കൊണ്ടോ ഒരു ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുത്തുകൊണ്ടോ വളരുന്നല്ല വിശ്വാസം. അത് ജീവിതകാലം മുഴുവൻ പടിപടിയായിട്ട് വളരുന്ന ഒന്നാണ് ഈ വിശ്വാസത്തിലുള്ള വളർച്ച. ഞാൻ ഇൻസ്റ്റന്റ് ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞു, അത് പടിപടിയായിട്ടല്ല. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ പടിപടിയായിട്ടല്ല.
എന്നാൽ ക്രിസ്ത്യ ജീവിതത്തിലെ വളർച്ച എന്ന് പറയുന്നത് പടിപടിയായിട്ടാണ്. ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൻ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. നേരായ വഴിയിൽ കൂടെ കടക്കാത്തവൻ കള്ളനാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുമ്പോൾ ഏതെങ്കിലും എളുപ്പവഴി പറഞ്ഞു വരുന്നവൻ ആരും ദൈവത്തിൽ നിന്നല്ല. ഞാൻ ഈ TV-യിൽ കാണുന്ന ഈ പ്രസംഗങ്ങളോ യൂട്യൂബിൽ കാണുന്ന എല്ലാ പ്രസംഗങ്ങളും കാണുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നവനല്ല. കാര്യം, ഒരു 100 പ്രസംഗം ഉണ്ടെങ്കിൽ അതിൽ 99 കള്ളപ്രസംഗങ്ങളാണ്. അതായത് കള്ള വഴി പറഞ്ഞു കൊടുക്കുന്നതാണ്. 1-2 പേർ ശരിയായ വചനം പ്രസംഗിക്കുന്നവരുണ്ടെങ്കിൽ ഉണ്ട്. എളുപ്പവഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. ഇവിടെ വാ, നിങ്ങളുടെ പ്രശ്നമൊക്കെ തീരും. കർത്താവ് പറഞ്ഞു, ഞാൻ അങ്ങനെ വന്നവനല്ല, ഞാൻ നേരായ വഴി, ഞാൻ തന്നെയാണ് വഴി, ശരിയായ വഴി കൂടെയാണ് ഞാൻ വന്നത്. ഞാൻ എൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു. അതുകൊണ്ട് ഒരു പാഠം നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത്, വിശ്വാസത്തിൽ നമ്മൾ വളരുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടല്ല, പെട്ടെന്നല്ല. എബ്രായ ലേഖനം 10-ാം അധ്യായം 35-36 വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സസ് 35 and 36. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക. സൂപ്പർലേറ്റീവ് ഡിഗ്രി, പ്രതിഫലം എന്നല്ല, മഹാപ്രതിഫലം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. യു നീഡ് പേഷ്യൻസ്. ക്രിസ്ത്യ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഈ തലമുറയിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് പേഷ്യൻസ്. നമുക്കറിയാം, പേഷ്യൻസ് വളരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പേഷ്യൻസ് വളരാൻ സാധ്യതയില്ലാത്തൊരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഈ ക്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ക്യൂ പാലിക്കുക. എന്റെയൊക്കെ ചെറിയ പ്രായത്തിൽ പാമോയിൽ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ക്യൂ ഉണ്ട്. അന്ന് പാമോയിൽ ഇങ്ങനെ കടയിൽ നിന്ന് അങ്ങനെ കിട്ടത്തില്ല. മാവേലി സ്റ്റോറിലൊക്കെയാണ് പാമോയിൽ വരുന്നത്. ഒരു ക്യൂ നിൽക്കും, എല്ലായിടത്തും ക്യൂ ആണ്. ബസ് കാത്തു നിൽക്കും. ഇന്ന് നമ്മൾ വളരെ അസഹിഷ്ണുതയുള്ളവരാണ്. ഒട്ടും കാത്തു നിൽക്കാൻ വയ്യ. ആകെ കാത്തു നിൽക്കുന്നത് 2 പേരാണ് മുമ്പിലുള്ളത്, എങ്കിൽ പോലും നമ്മൾ അസഹിഷ്ണുതയുള്ളവരാണ്. ക്രിസ്ത്യ ജീവിതത്തിലെ വളർച്ച, വിശ്വാസത്തിലെ വളർച്ച എന്ന് പറയുന്നത് സഹിഷ്ണുത നമുക്ക് ആവശ്യമാണ്. സഹിഷ്ണുത നമുക്ക് ആവശ്യമാണ്. ഈ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞാൽ ശനിയാഴ്ച രാവിലെ തീരും. ശനിയാഴ്ച രാവിലെയോടുകൂടെ ഞാൻ വിശ്വാസത്തിൽ വളരും. ഇല്ല, ചില സൂചനകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ചില തെറ്റുകളെ തിരുത്തലുകൾ മാത്രമാണ് ഞാൻ ചെയ്തത്. ഇനി നമുക്ക് കിട്ടിയ ബോധ്യത്തിൽ, വെളിച്ചത്തിൽ നമ്മൾ കർത്താവിനോടുകൂടെ മുന്നോട്ട് നടക്കുകയാണ്. അല്പാൽപമായി ദൈവം നമ്മിലേക്ക് ദൈവത്തിന്റെ കൃപ പകരുകയാണ്, വിശ്വാസം പകരുകയാണ്. രണ്ടാമത്തെ കാര്യം, ആക്ട് ഓൺ വാട്ട് ഗോഡ് ഈസ് ഡൂയിങ് ഇൻ അസ്. ദൈവം നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തിയോട് നമ്മൾ സഹകരിക്കുക. വിശ്വാസത്തിൽ വളരുന്നതിൽ ദൈവം നമ്മിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മളല്ല, ദൈവം ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന പ്രവൃത്തിയോട് ഞാനും ചേരണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ വാക്യം ചില തെറ്റായ ചിന്തകളിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. അതായത്, ഇച്ഛിക്കുന്നത് ദൈവമാണ്, പ്രവർത്തിപ്പിക്കുന്ന ദൈവമാണ്. അപ്പോൾ പിന്നെ എനിക്കെന്താ ചെയ്യാനുള്ളത്? എനിക്കൊന്നും ചെയ്യാനില്ല, കിടന്നുറങ്ങല് മാത്രം അല്ലെ? അതല്ല വാക്യം പറയുന്നത്. പ്രാർത്ഥിക്കേണ്ട, ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കേണ്ട, വെറുതെ കിടന്നാൽ മതി, ഇങ്ങനെ പോയില്ല. അത് ഒരു അബദ്ധമായ വ്യാഖ്യാനമാണ്. പുതിയ ഒരു സിമ്പിൾ ട്രാൻസ്ലേഷൻ മലയാളത്തിലുണ്ട്, അത് ഞാൻ വായിക്കാം. അതെ, ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. അവനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാകാൻ ദൈവം വഴിയൊരുക്കുന്നു. ഈ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശക്തിയും ദൈവം തരുന്നു. ആ വാക്ക് ശ്രദ്ധിച്ചു. അവനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആഗ്രഹം ദൈവം നിങ്ങളിൽ തരുന്നു. ആരാ പ്രീതിപ്പെടുത്തുന്നത്? പ്രീതിപ്പെടുത്തുന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ അതിനുള്ള താല്പര്യം ദൈവം എനിക്ക് നൽകുന്നു. ഇച്ഛിപ്പിക്കുന്ന ദൈവമാണ്, എനിക്കുള്ള ആ ഇച്ഛ ദൈവമാണ് തരുന്നത്. പ്രവർത്തിപ്പിക്കുന്ന ദൈവമാണ്. പക്ഷേ ഞാൻ അതിനോട് സഹകരിക്കണം. അതിന് നല്ലൊരു ഉദാഹരണം ഞാൻ പഴയ നിയമത്തിൽ നിന്ന് പറയാം.
ഏലിയാവ് നിരാശനായി മരുഭൂമിയിൽ മരിക്കാൻ പോയി കിടക്കുക. പൂർണ്ണമായി അവൻ കഴിവില്ലാത്തവനും ശക്തിയില്ലാത്തവനുമായി ഇരിക്കുക, മരിച്ചാൽ മതി. ആ സമയത്ത് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായി ഏലിയാവിനെ തട്ടി ഉണർത്തുന്നു, അവനെ പ്രോത്സാഹിപ്പിക്കുന്നു, തട്ടി ഉണർത്തിയിട്ട് അവന് കനലിന്മേൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും കൊടുക്കുന്നു. അതായത് അവനെ തട്ടി ഉണർത്തി അവനുള്ള ശക്തിക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കുന്നു. പക്ഷെ ഏലിയാവ് എന്ത് ചെയ്യുന്നറിയാമോ? ആ അട തിന്നു, ആ വെള്ളം കുടിച്ചു, എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങി. ഇച്ഛിക്കയെന്നും പ്രവർത്തിക്കയെന്നും തിരുവുള്ള ഉണ്ടായിട്ടല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇച്ഛയും കൊടുത്തു, ശക്തിയും കൊടുത്തു. പക്ഷെ ഏലിയാവ് എന്ത് ചെയ്തു? ഏലിയാവ് വീണ്ടും കിടന്നുറങ്ങി. അപ്പൊ ഇതെല്ലാം ദൈവം ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്ന ആ പഠിപ്പിക്കുന്ന രീതി തെറ്റാണ്. ഇച്ഛ തന്ന ദൈവമാണ്, പ്രവർത്തിക്കാനുള്ള ശക്തി തന്ന ദൈവമാണ്. പക്ഷെ ഞാൻ ആക്ട് ചെയ്യണം. ദൂതൻ പിന്നെയും അവനെ തട്ടി ഉണർത്തി. ഏലിയാവ് എഴുന്നേറ്റ് പിന്നെയും 40 ദിവസം നടന്നു, രാവും പകലും നടന്നു. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ഏലിയാവ് നടന്നു. പക്ഷെ അവിടെ ചെന്നിട്ട് വീണ്ടും ഗുഹയിൽ കയറി പാർത്തു. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ ചോദ്യമുണ്ട്, ഏലിയാവ് നിനക്കെന്താ ഇവിടെ കാര്യം? അതായത് നിന്നെ ഇങ്ങനെ ഐഡലായിട്ട് ഇരിക്കാനല്ലല്ലോ ഞാൻ നിനക്ക് ഭക്ഷണവും അതിനുള്ള താല്പര്യവും തന്നത്. ദൈവം എന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തോട് ചേർന്ന് ഞാൻ ആക്ട് ചെയ്യണം. ദൈവത്തോട് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? ഇൻക്രീസ് മൈ ഫെയ്ത്ത്, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അതിനുള്ള ഇച്ഛ ദൈവം തരുന്നു, അതിനുള്ള ശക്തി ദൈവം തരുന്നു. അതായത് ദൈവമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ ദൈവം മുന്നോട്ട് നയിക്കുന്നതിനനുസരിച്ച് ഞാൻ പോകാൻ തയ്യാറാകണം. എന്നിൽ വിശ്വാസം ഉണ്ടാകാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ദൈവം ചെയ്യുമ്പോൾ അതിനനുസരണമായി ഞാൻ മുന്നോട്ട് കാലുകൾ വെക്കണം. നമ്മൾ കണ്ടു, വിശ്വാസത്തിൽ വളരാൻ സഹിഷ്ണുത ആവശ്യമാണ്, പേഷ്യൻസ് ആവശ്യമാണ്. തിരക്ക് പിടിക്കരുത്. എന്റെയൊക്കെ ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ വളരെ തിരക്കുള്ള പ്രായമാണ്. എന്നാൽ സഹിഷ്ണുത ഒട്ടുമില്ല. ഈ ചില മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാൻ വേണ്ടി പോകും. പഠിക്കാൻ പോകാനുള്ള കാരണം ഇത് വായിക്കുന്നവരുടെ വായന കാണുമ്പോൾ വലിയ രസം തോന്നും. അപ്പൊ എന്ത് അനായാസമായിട്ടാണ്, എന്ത് എളുപ്പമായിട്ടാണ് അവർ വായിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് ചേരും. അപ്പൊ ഞാൻ ചെന്ന ഉടനെ അവരെനിക്ക് ഇവര് വായിക്കുന്ന പോലെ വായിപ്പിച്ചു തരുമെന്നാണ്. പക്ഷെ അവര് ആദ്യം തുടങ്ങുന്നത് ആ ഇൻസ്ട്രുമെന്റ് തുടയ്ക്കാൻ പഠിപ്പിക്കലായിരിക്കും. അപ്പൊ തന്നെ ആകെ മനസ്സ് മടുക്കും. പിന്നെ അവര് തുടങ്ങുന്നത് ആദ്യ പാഠങ്ങളാണ്. അപ്പോഴേക്കും അത് ഇട്ടിട്ട് പോകും. പിന്നീട് വേറെ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നതാണോ തോന്നും, അതാണ് കൊള്ളാം, അതിന്റെ പുറകെ പോകും. അതും ഈ പ്രാരംഭ ക്ലാസ് കഴിയുമ്പോഴേക്കും ഇട്ടിട്ട് പോകും. സഹിഷ്ണുത ആവശ്യമാണ്. ഈ സഹിഷ്ണുതയിൽ നമ്മളെ മുന്നോട്ട് നടത്താനുള്ള കാരണം ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്പാൽപമായി കാണിച്ചു തരികയാണ്, അല്ലാതെ വെറുതെ അല്ല. പക്ഷെ അതിന് വിശ്വാസത്തിൽ നമ്മൾ വളരണം. വിശ്വാസത്തിൽ വളരുന്നതിനനുസരിച്ച് ദൈവം നമുക്ക് കാര്യങ്ങളെ, ദൈവികമായ കാര്യങ്ങളെ, മനോഹരമായ കാര്യങ്ങളെ, ആഴമേറിയ കാര്യങ്ങളെ ദൈവം നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ വിശ്വാസം വളരാൻ ആവശ്യമായ സർക്കംസ്റ്റൻസ്, സാഹചര്യം ദൈവം തരുന്നു. നമ്മുടെ തലയിൽ നിന്നൊരു തെറ്റിദ്ധാരണ നമ്മൾ എടുത്തു കളയണം. ഒരു ദൈവദാസൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഉടനെ എൻ്റെ ഉള്ളിലേക്ക് വിശ്വാസം വരുമെന്നുള്ള തെറ്റിദ്ധാരണ നമ്മൾ കളയണം. ദൈവം ഇത് ദൈവദാസന്മാരുടെ കൈയുടെ കീഴിൽ തല കൊണ്ട് വെച്ചു കൊടുക്കുന്ന പരിപാടിയൊക്കെ കുറെ നിർത്തണം. നമ്മുടെ തെറ്റിദ്ധാരണകളാണ്. തീർച്ചയായിട്ടും ദൈവദാസന്മാർ പ്രാർത്ഥിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ പ്രാർത്ഥന കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ വന്ന് കയറുമെന്നുള്ളത് അത് തെറ്റായ ഒരു ധാരണയാണ്. വിശ്വാസത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുമ്പോൾ അത് വളരാൻ ആവശ്യമായ സർക്കംസ്റ്റൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നു. യേശുവിനോട് ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഉടനെ യേശു കൈയെടുത്ത് അവരുടെ തലയിൽ വെച്ചിട്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നു, വിശ്വാസം നിങ്ങളിൽ വരട്ടെ എന്നാണ് യേശു ചെയ്തത്? അല്ല. യേശു പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 17:5-6 വാക്യങ്ങൾ. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്,
നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ പ്രാർത്ഥിക്കണം, വൈകിട്ട് 1 മണിക്കൂർ പ്രാർത്ഥിക്കണം, പഴയ നിയമത്തിൽ ഒരു അധ്യായം വായിക്കണം, പുതിയ നിയമത്തിൽ ഒരു അധ്യായം വായിക്കണം. ഇങ്ങനെയൊക്കെയാണ് കർത്താവ് പറഞ്ഞത്? അല്ല. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാറ്റത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്കുള്ള വിശ്വാസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾക്കുള്ള വിശ്വാസത്തിൽ നിങ്ങൾ നടക്കണം. അല്ലാതെ ഇനിയും വിശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കരുത്. നിങ്ങൾക്ക് ദൈവം ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം വലിയ വിശ്വാസമായിരിക്കത്തില്ല, കടുകുമണിയോളം വിശ്വാസമായിരിക്കാം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഈ വാക്യത്തെക്കുറിച്ച് കുറച്ച് സമയം ഒന്ന് ചിന്തിക്കാൻ പോവാം. എന്താണ് കടുകുമണി വിശ്വാസം? കടുകുമണി വിശ്വാസം എന്ന് പറയുന്നത്, യേശു അവിടെ ശാസിക്കുന്നത് ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസിയെ. സംശയിച്ചത് എന്തിന്? അപ്പൊ അവരുടെ അല്പവിശ്വാസത്തെ യേശു ശാസിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ കടുകുമണി വിശ്വാസം? കടുകും ചെറുതല്ലേ? കടുകുമണി വിശ്വാസം എന്ന് പറയുന്നത്, ഓരോ പ്രായത്തിലും നമുക്ക് ഓരോ വിശ്വാസമുണ്ട്, ഓരോ അളവ് വിശ്വാസമുണ്ട്. രക്ഷിക്കപ്പെട്ട സമയത്ത് ഒരളവ് വിശ്വാസമുണ്ട്, കുറെ നാൾ കർത്താവിനോട് കൂടെ നടന്നു കഴിയുമ്പോൾ അടുത്ത അളവ് വിശ്വാസമുണ്ട്, അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത അളവ് വിശ്വാസമുണ്ട്. ഓരോ കാലഘട്ടത്തിൽ ഓരോ അളവ് വിശ്വാസം ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാകത്തില്ല, പക്ഷെ ഉണ്ടാകണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് കടുകുമണി വിശ്വാസം. ഒരു വയസ്സുള്ള കുഞ്ഞ് മെച്ചുറാണ്, ഒരു വയസ്സുള്ള കുഞ്ഞ് പക്വതയുള്ള കുഞ്ഞാണ്? തീർച്ചയായും ആണ്. എങ്ങനെ? ആ കുഞ്ഞ് നമ്മുടെ പോലെ പക്വതയില്ല, പക്ഷെ ആ പ്രായത്തിലുള്ള പക്വതയുണ്ട്. അതായത് ഒരു വയസ്സുള്ള കുഞ്ഞ് എങ്ങനെയൊക്കെ പെരുമാറണമോ അങ്ങനെ ആ കുഞ്ഞ് പെരുമാറണമെങ്കിൽ അതിന് പക്വതയുണ്ട്. പക്ഷെ നമുക്കറിയാം, ഒരു വയസ്സായിട്ട് ഒരു വയസ്സുള്ള കുഞ്ഞിന്റെ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഉടനെ ആ കുഞ്ഞിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. ആ കുഞ്ഞ് നമ്മെ പോലെ നടക്കുന്നില്ല, നമ്മെ പോലെ ഭക്ഷണം കഴിക്കുന്നില്ല, നമ്മളെ പോലെ പാട്ട് പാടുന്നില്ല, നമ്മളെ പോലെ സംസാരിക്കുന്നില്ല എന്നല്ല നമ്മൾ പറയുന്നത്. ഒരു വയസ്സിൽ ആ കുഞ്ഞ് കാണിക്കേണ്ട കാര്യങ്ങൾ കാണിക്കുന്നില്ല. അതാണ് കടുകുമണി വിശ്വാസം. എന്താണ്? ഓരോ പ്രായത്തിലും ഓരോ അളവിലുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. ആ വിശ്വാസമാണ് കടുകുമണി വിശ്വാസം. ചിലപ്പോൾ അത് കുറവായിരിക്കാം, എങ്കിലും സാരമില്ല. ആ കാലഘട്ടത്തിൽ ഉണ്ടായ വിശ്വാസം നിനക്കുണ്ടോ? അത്രയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേ. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, നമ്മൾ വലുതിനു വേണ്ടി കാത്തിരിക്കുക. ഈ കൊച്ചു കാര്യത്തിൽ വിശ്വാസം എന്ത് പ്രാക്ടീസ് ചെയ്യാണ്? മലകളെ നീക്കുന്ന കാര്യമാണെങ്കിൽ കൊള്ളാം, കാരണം അത് കുറച്ച് നമുക്ക് മറ്റുള്ളവരോട് പറയുമ്പോൾ ഒരു സാക്ഷ്യത്തിന് ഒരു ഘനമുണ്ട്. ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ചു, പെട്ടെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു പൈപ്പ് കണ്ടു, ആ പൈപ്പിൽ ഞാൻ വെള്ളം കുടിച്ചപ്പോൾ ദാഹം പോയി. അതൊന്നും വിശ്വാസമല്ല. അതൊക്കെ പറഞ്ഞ ഒരു രസമില്ല. നമ്മൾ സാധാരണ ഈ ആൾക്കാരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അവന്റെ സാക്ഷ്യം നല്ല സാക്ഷ്യമാണ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസമുള്ള സാക്ഷ്യമാണ്. കടുകുമണി വിശ്വാസം എന്ന് പറയുന്നത് ഓരോ പ്രായത്തിലുമുള്ള വിശ്വാസം. അത് ചെറുതായിരിക്കാം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. ഓരോ പ്രായത്തിലും ഓരോ അളവിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. ചെറിയ വിശ്വാസമാണെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യണം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചില് ഒരു ചെറിയ പെൺകുട്ടി, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുകയാണ്. അവളൊരു സാക്ഷ്യം പറഞ്ഞു. അവൾ പറഞ്ഞ ഇതാണ്, ഞാൻ ദൈവത്തോട് വലിയ വലിയ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, മോളെ നീ ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യും. എന്റെ പറഞ്ഞ വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ നിലത്ത് കിടക്കുന്ന ആ കടലാസം ഉണ്ടല്ലോ, ചവറ്, അതെടുത്ത് നീ ആ വേസ്റ്റ് ഡസ്റ്റ്ബിനിലേക്ക് ഇട്, ആ വേസ്റ്റ് ബോക്സിലേക്ക് ഇട്. അതൊക്കെയാണ് ദൈവം പറയുന്നത്. ദൈവം ഞങ്ങളെ മറുമലയിൽ കൊണ്ടുപോയിട്ട് ദൈവത്തിന്റെ തേജസ് കാണിക്കണം. തേജസ്സൊക്കെ കാണിക്കും, പക്ഷെ ആദ്യം നമ്മൾ ഭക്ഷണം വെക്കുമ്പോൾ പിറുവിറുക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ ചെയ്യുക. അങ്ങനെ നോർമലായ ഓർഡിനറി ലൈഫിൽ ദൈവം പ്രവർത്തിക്കട്ടെ. അപ്പോൾ ദൈവം സൂപ്പർ നാച്ചുറലായ കാര്യങ്ങളൊക്കെ കാണിക്കും. ഈ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല ക്രിസ്ത്യ ജീവിതത്തിന്റെ ബേസ്. നോർമൽ ലൈഫാണ്, അതിൽ എക്സെപ്ഷൻ ആണ് സൂപ്പർ നാച്ചുറൽ. നമ്മളത് മുന്നോട്ട് കാണും. സാധാരണ ജീവിതം നയിക്കേ, സാധാരണ ജീവിതത്തിൽ വിശ്വാസം പ്രാക്ടീസ് ചെയ്യേ. നിങ്ങളുടെ വീട്ടിൽ 1 മാസത്തേക്കുള്ള അരി ഉണ്ടെങ്കിലും അന്ന് രാവിലെ ചോറ് വെക്കുക, ഉച്ചയ്ക്ക് ചോറ് വെക്കുമ്പോൾ ആ അരി ഇടുന്ന സമയത്ത് നന്ദിയോടെ ദൈവത്തോട് പറയാം, കർത്താവ് ഇന്നത്തെ ഭക്ഷണം എനിക്ക് തന്നല്ലോ. യെസ്, എന്റെ വിശ്വാസം അതാണ്.
എന്റെ കയ്യിൽ 1 മാസത്തേക്കുള്ള അരി ഉണ്ടെങ്കിൽ എന്റെ വിശ്വാസം ഇന്നത്തേക്കുള്ള അരി ദൈവമാണ് എനിക്ക് പ്രൊവൈഡ് ചെയ്തത്. സ്തോത്രം. അങ്ങനെ കടുകുമണി വിശ്വാസത്തിൽ നമ്മൾ വളരട്ടെ. കടുകുമണി വിശ്വാസം, അല്ലാതെ ചെറിയ വിശ്വാസം എന്ന അർത്ഥത്തിലല്ല, ആ പ്രായത്തിലുള്ള പക്വതയ്ക്കനുസരിച്ച വിശ്വാസം. ഇനി ആ വാക്യത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ ഈ ഫെയ്ത്ത് ടീച്ചേഴ്സ്, പ്രോസ്പിരിറ്റി ടീച്ചേഴ്സ് നമ്മളെ ചതിച്ചിരിക്കുന്ന ചതി ഭയങ്കരമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞു, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് ചാടി കടലിൽ പോകാൻ പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ എന്താണ്? അത് സംഭവിക്കും, അല്ലെ? സത്യമായത് സംഭവിക്കും. അപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു കടലുമുണ്ട്, നിങ്ങളുടെ വീടിന്റെ അടുത്ത് കടലിനോട് ചേർന്ന് ഒരു കാട്ടത്തി മരമുണ്ട്. അത് ഇംഗ്ലീഷിൽ മൾബറി ട്രീ എന്നാണ്. ഒരു മൾബറി ട്രീ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു രസം, കുറെ നാളെ കർത്താവിനെ സേവിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ വൈകാരികമായ ഒന്നും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ പറ്റിയ ഒന്നുമില്ല. എന്നാ ഈ കാട്ടത്തിയോട് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, കടലിൽ പോയി ചാടാൻ പറഞ്ഞ് ചാടും. കാട്ടത്തി, യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നീ കടലിൽ പോയി ചാടും. യേശുവോ അപ്പോസ്തലന്മാരോ ഇതുവരെ ആരെങ്കിലും വിശ്വാസത്താൽ കാട്ടത്തി മരം കടലിൽ ചാടിച്ചിട്ടുണ്ടോ? വേറൊരു ഭാഗത്ത് പറയുന്നത്, ഈ മലയോട് നീങ്ങി കടലിൽ പോയി ചാടാൻ പറഞ്ഞാലേ സംഭവിക്കും. ആരെങ്കിലും മലയെ കടലിൽ ചാടിച്ചിട്ടുണ്ടോ? ചാടിച്ചിട്ടില്ല. എന്താ ചാടിക്കാഞ്ഞത്? ചാടിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ ചാടിക്കുന്നത്? കർത്താവ് കടലിൽ ചാടിക്കാനല്ല അത് പറഞ്ഞത്. കർത്താവ് കടുകുമണി വിശ്വാസത്തിന്റെ ശക്തി പഠിപ്പിക്കാൻ പറഞ്ഞതാണ്. നിങ്ങളുടെ വിശ്വാസം ചെറുതാണെങ്കിലും അതിന് വലിയ ശക്തിയുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ ഫെയ്ത്ത് ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ടി വിയിൽ നിങ്ങൾ കാണുന്ന ഈ പ്രകടനം കാണിക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്നത്, അവരുടെ ഭക്തിയും അവരുടെ ശക്തിയും വെളിവാക്കാൻ അവർ ഈ പ്രകടനങ്ങളൊക്കെ നടത്തുകയാണ്. അവർ സൗഖ്യമാക്കുന്നത് ടി വിയിൽ കാണിക്കുന്നു, തങ്ങളെ തന്നെ ഉയർത്താൻ, മറ്റുള്ളവർ തങ്ങളെ ബഹുമാനിക്കാൻ, തങ്ങൾക്ക് പണം ലഭിക്കാൻ. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് നോക്കാൻ ധൈര്യമില്ല, പഞ്ചാബിൽ ഒരു അപ്പോസ്തലൻ, അദ്ദേഹം ഒരു മീറ്റിങ്ങിന് വന്ന കാര്യം ഞാൻ കേട്ടു. ബ്ലാക്ക് കാറ്റ്സ്, AK-47 പിടിച്ച ബ്ലാക്ക് കാറ്റ്സ്, കുതിരപ്പുറത്ത് അദ്ദേഹം ഇങ്ങനെ വരികയാണ്. അത് കേട്ടിട്ട് എൻ്റെ ഹൃദയം തകർന്നു പോയി. എനിക്കത് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കാണാൻ ധൈര്യമില്ല. യൂട്യൂബിലുണ്ട്. അങ്ങനെയുള്ള തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാട്ടത്തി മരത്തെ കടലിൽ ചാടിച്ചിട്ട് മഹത്വം ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു ദിവസം കാട്ടത്തി മരത്തെ കടലിൽ ചാടിച്ചു, എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് ആരെങ്കിലും അറിയാവോ, നിങ്ങളുടെ പാസ്റ്റർ കാട്ടത്തി മരം കടലിൽ ചാടിച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ ചാടിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതെന്തിനു വേണ്ടി എന്നുള്ളത് വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇനി വേറൊരു ചോദ്യം, നിങ്ങളുടെ വീടിന് മുന്നിൽ മലയുണ്ട്. ആ മല നീങ്ങിയാൽ നിങ്ങൾക്കൊരു പ്രയോജനമുണ്ട്. എന്താ പ്രയോജനം? ഞാൻ കഴിഞ്ഞ ദിവസം ഒറീസയിൽ പോയപ്പോൾ, ഞങ്ങൾ ഒറീസയിൽ ഒരു വില്ലേജിൽ പോയി. വളരെ കഠിനമായ ഒരു യാത്രയാണ്. ഏകദേശം 40 കിലോമീറ്റർ എടുത്തു അവിടെ ചെല്ലാൻ. ശരിക്കും എയർ ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ ചിലപ്പോൾ കാണത്തുള്ളൂ. എയർ ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ. അതിനാണ് ഈ 40 കിലോമീറ്റർ ചുറ്റിപ്പോയത്. എന്താ കാര്യം എന്നറിയാമോ? ഒരു മലയുണ്ട്. അപ്പൊ ഈ മല നീങ്ങിയാൽ എനിക്ക് എളുപ്പത്തിൽ ചെല്ലാം. അതുകൊണ്ട് ഞാൻ യേശുവിന്റെ നാമത്തിൽ മല നീക്കാൻ ആഗ്രഹിക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് റെവലേഷൻ ആണോ റീസണിങ് ആണോ? ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, വെളിപ്പാടാണോ നിരൂപണമാണോ? തിങ്കിങ് ആണോ? അത് തിങ്കിങ് ആണ്. കാര്യം ഞാൻ ആഗ്രഹിക്കുകയാണ്, ദൈവം വെളിപ്പെടുത്തി തന്നല്ല. ഇപ്പൊ ദൈവം എന്നോട് പറയുകയാണ്, ഈ മല ഞാൻ നീക്കാൻ പോവുകയാണ്. സ്തോത്രം. അങ്ങനെയല്ല, എനിക്ക് ഈ മല നീങ്ങിയാൽ എളുപ്പത്തിൽ എനിക്ക് അവിടെ ചെല്ലാൻ പറ്റും, ബുദ്ധിമുട്ട് കുറയും. അങ്ങനെ എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹത്തെ ദൈവത്തെ മാറ്റാൻ ശ്രമിക്കുന്നു. നമ്മൾ കണ്ടു റോമാലേഖനം 1-ാം അധ്യായത്തിൽ ദൈവം കൊടുത്ത വെളിപ്പാടിനെ അവർ സ്വീകരിക്കാതെ അവരുടെ ചിന്തയിൽ, അവരുടെ നിരൂപണങ്ങൾ അവർ വ്യർത്ഥരായി തീർന്നു. ദൈവം എന്നോട് വ്യക്തമായി പറഞ്ഞു എന്ന് ചിന്തിക്കുക. ഇനി വ്യക്തമായി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൽ വേറെ വിഷയങ്ങളുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ആഗ്രഹങ്ങളാണ് ദൈവം നമ്മോട് സംസാരിച്ചു എന്ന് നമുക്ക് തോന്നുന്നത്. അങ്ങനെയല്ല. യഥാർത്ഥമായി ദൈവം പറഞ്ഞാൽ മല നീങ്ങും. പക്ഷെ മല നീക്കേണ്ട ആവശ്യം എന്താ? ആ മലയിലൂടെ എന്നെ കയറ്റിയിട്ട്
എന്നെ ചിലത് പഠിപ്പിക്കാനുണ്ടെങ്കിൽ ആ മല ഞാൻ നീക്കിയാൽ ദൈവത്തിന് എന്താണോ എന്നെ പഠിപ്പിക്കാനുള്ളത് അത് പഠിപ്പിക്കാൻ കഴിയത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇന്നത്തെ ഫെയ്ത്ത് ടീച്ചിങ്ങിന്റെ പ്രശ്നം അതാണ്. ദൈവം വെച്ചിരിക്കുന്ന സർക്കംസ്റ്റൻസിനെ, ദൈവം വെച്ചിരിക്കുന്ന പരിമിതികളെ, ദൈവം വെച്ചിരിക്കുന്ന തടസ്സങ്ങളെ, ദൈവം വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളെ വിശ്വാസത്താൽ അവർ നീക്കാൻ ശ്രമിക്കുക. ആരാ നീക്കുന്നതൊക്കെ പിന്നെ ചിന്തിക്കാം. എന്താണോ അതിലൂടെ ദൈവം എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്, എന്നിൽ പണിയാൻ ആഗ്രഹിച്ചത്, അത് സംഭവിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് അഹങ്കാരികളാകുന്നത്. നമ്മളെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറയുന്നത്, ഞാൻ മഹാനാണെന്ന് പറയുന്നത്. ആരെങ്കിലും ടിവിയിലോ യൂട്യൂബിലോ പറയുന്ന പ്രസംഗത്തിൽ താൻ മഹാനാണെന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ആ പ്രസംഗം കേൾക്കരുത്. അത് ദൈവത്തിൽ നിന്നുള്ള പ്രസംഗമല്ല, അത് അന്തിക്രിസ്തുവിൽ നിന്നുള്ള പ്രസംഗമാണ്. തന്നെ തന്നെ ഉയർത്തുന്നത് ദൈവത്തിന്റെ സ്വഭാവമല്ല. എന്റെ അടുക്കൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകൂ എന്ന് ആരെങ്കിലും പഠിപ്പിച്ചാൽ നിങ്ങൾ ദയവ് ചെയ്ത് ആ TV പ്രോഗ്രാം നിങ്ങൾ കാണരുത്, ആ പ്രസംഗം നിങ്ങൾ കേൾക്കരുത്. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ദൈവം അനേകരെ വെച്ചിട്ടുണ്ട് ദൈവത്തിന്റെ സഭ പണിയാൻ. ഒരാളെ കൊണ്ടല്ല ദൈവം സഭ പണിയുന്നത്. ബിജു മാത്രമല്ല വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ദൈവം അനേകരെ വെച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഭാഗത്ത് ശുശ്രൂഷ ചെയ്യാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. അത്രയേ ഉള്ളൂ. ഒരു പക്ഷേ നാളെ നിങ്ങൾ വിശ്വാസത്തെക്കുറിച്ച്, നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് കൂടുതൽ അതിൽ നിന്ന് പഠിക്കാനുണ്ടെങ്കിൽ ഞാനിതിൽ ഇരിക്കും, ഞാനിതിൽ പങ്കെടുക്കും. ദൈവത്തിന്റെ സഭ അങ്ങനെയല്ലേ പണിയുന്നത്. കൃപാവരങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? എന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലല്ലോ. ദൈവം തനിക്ക് ബോധിച്ച വണ്ണം ദൈവത്തിന്റെ കൃപാവരങ്ങളെ തന്റെ ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തർക്കും കൊടുക്കുന്നു. എന്തിനാ മലയെ നീക്കുന്നത്? ദൈവം വെച്ചിരിക്കുന്ന സർക്കംസ്റ്റൻസ് എന്നിൽ പേഷ്യൻസ് കൊണ്ടുവരുവാൻ, എന്നെ പണിയാൻ വേണ്ടിയാണ്. ഇന്ന് ഈ സർക്കംസ്റ്റൻസിനെ, സാഹചര്യത്തെ നീക്കുന്നതാണ് വിശ്വാസം എന്ന് വിളിക്കുന്നത്. ദൈവം വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളെ നീക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് സാത്താൻ പറഞ്ഞു, ഈ കല്ല് അപ്പമാക്കാം. യേശുവിന് സാധിക്കത്തില്ല. ആ കല്ല് അപ്പമാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ബാക്കിയൊന്ന് പൂരിപ്പിച്ചോ. യേശു സാത്താൻ പറഞ്ഞ ആ വാക്ക് കേട്ട് ആ കല്ല് അപ്പമാക്കിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? എല്ലാ കല്ലും അപ്പമാക്കുവാൻ ദൈവം വിശ്വാസം എനിക്ക് തന്നിട്ടില്ല. എന്റെ വിശ്വാസം സാത്താൻ എന്നോട് പറയുന്ന കല്ല് അപ്പമാക്കാനുള്ള പ്രവൃത്തി ചെയ്യാനുള്ളതല്ല വിശ്വാസം. എനിക്ക് അനേകരെ അറിയാം. അവരെ നിരൂപണത്തെ വിശ്വാസമായി പറഞ്ഞിട്ട് എന്റെ ഭാര്യ ക്യാൻസറിന് സൗഖ്യമാകും, എന്റെ ഭർത്താവ് ക്യാൻസർ സൗഖ്യമാകും എന്ന് പറഞ്ഞിട്ട് വിശ്വാസത്തിന്റെ ക്ലെയിംസ് ചെയ്തു, പല കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് അവസാനം ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു. അപ്പൊ അവര് കാണിക്കുന്ന ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുവരെ ഉണ്ടായ വിശ്വാസമൊക്കെ പോയി. അവരോട് ആര് പറഞ്ഞു? അവരുടെ ആഗ്രഹത്തെയാണ് അവർ വിശ്വാസമായി കണ്ടത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ക്യാൻസർ വന്നാൽ എത്ര പേര് മരിക്കണമെന്ന് ആഗ്രഹിക്കും? ഇല്ല. നമ്മുടെ സ്വാഭാവികമായ ഇച്ഛയിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തെ നമ്മൾ വിശ്വാസമായി ചിന്തിക്കരുത്. നിരൂപണത്തെ നമ്മൾ വിശ്വാസമായി ചിന്തിക്കരുത്. നിരൂപണത്തെ കൊണ്ടല്ല വിശ്വാസം ഉണ്ടാക്കേണ്ടത്, വെളിപ്പാടിൽ നിന്നാണ്. ഒരു കാര്യം ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണം. യേശുവിന്റെ നാമം ഉപയോഗിച്ച കാരണത്താൽ സംഭവിക്കുന്നതൊക്കെ ദൈവത്തിൽ നിന്നാണെന്ന് ചിന്തിക്കരുത്. എന്നോട് ചിലർ പറയാറുണ്ട്, അപ്പൊ ബ്രദർ അങ്ങനെ പറഞ്ഞാൽ അവിടുത്തെ മീറ്റിംഗിൽ എത്ര പേര് സൗഖ്യമായി? അയാൾ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ബ്രദർ പ്രാർത്ഥിച്ച് സൗഖ്യമാവുന്നില്ലല്ലോ, അയാൾ പ്രാർത്ഥിച്ച് സൗഖ്യമായി. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. യേശുവിന്റെ നാമം ഉപയോഗിച്ചത് കൊണ്ട് സൗഖ്യമായാലും അത്ഭുതമായാലും അത് ദൈവത്തിൽ നിന്നാണ് എന്നുള്ള തെറ്റിദ്ധാരണ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം നമ്മുടെ മനസ്സിൽ നിന്ന്. യേശുവിന്റെ നാമം ഉപയോഗിച്ചു, അതുകൊണ്ട് ആ സംഭവിച്ച അത്ഭുതം, അല്ലെ ആ സംഭവിച്ച അടയാളം, അല്ലെങ്കിൽ ആ സംഭവിച്ച സൗഖ്യം അത് ദൈവത്തിൽ നിന്നാണ് ചിന്തിക്കരുത്. ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 22-23 വാക്യങ്ങൾ. കർത്താവേ കർത്താവേ, ആ വിളി തന്നെ എത്ര മനോഹരമാണ്. കർത്താവേ കർത്താവേ,
നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ഞങ്ങൾ ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല, നിങ്ങൾ പ്രവചിച്ചില്ല, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയില്ല എന്ന് പറഞ്ഞു. ഇല്ല, അത് സംഭവിച്ചു കാണുമായിരിക്കാം. യേശുവിന്റെ നാമമാണ് അവർ ഉപയോഗിച്ചത്, ആ നാമത്തിൽ അവർ പ്രവചിച്ചു. നിങ്ങൾക്കറിയാമോ, ഈ ഭൂതോച്ചാടനം എന്ന് പറയുന്നത് നമ്മുടെ കൺവെൻഷനിൽ മാത്രമൊന്നും അല്ല. യേശുവിന്റെ നാമം ഉപയോഗിച്ചത് കൊണ്ട് ഇതൊന്നും സംഭവിച്ചില്ല എന്ന് യേശു പറഞ്ഞില്ല. പക്ഷെ ഈ സംഭവിപ്പിച്ച ആളുകളുടെ സ്വഭാവം എന്താണെന്നറിയാം? യേശു പറയുന്ന അടുത്ത വാക്യത്തിൽ, ഞാൻ നിങ്ങളെ ഒരു നാൾ പറഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്നെ വിട്ടു പോകുവിൻ. നിങ്ങൾ ടി വിയിലും കൺവെൻഷൻ സ്റ്റേജുകളിൽ കേൾക്കുന്ന എല്ലാ പ്രസംഗത്തിലും യേശുവിന്റെ നാമം ഉപയോഗിച്ചിരുന്നത് കൊണ്ട് യേശുവിൽ നിന്നാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ വഞ്ചിക്കപ്പെടും, നിങ്ങൾ ചതിക്കപ്പെടും. നമ്മുടെ പ്രശ്നം അതാണ്. നമ്മുടെ വിശ്വാസികൾ നിഷ്കളങ്കരായി നാശത്തിലേക്ക് പോകും. എങ്ങനെയെന്നറിയാമോ ബ്രദറെ? അദ്ദേഹം ഉപയോഗിച്ച യേശുവിന്റെ നാമമല്ലേ? ആവർത്തന പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പിൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുമരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ്, നിങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഇടയിൽ, അന്നത്തെ കാലത്തെ ദൈവത്തിന്റെ മക്കളുടെ ഇടയിൽ, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ വിശ്വാസികളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ്, നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ, അന്യ ദൈവങ്ങളെ സേവിക്കാൻ പറയുകയാണ്, പക്ഷെ അവൻ പറഞ്ഞ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാലോ, മോശ തന്റെ വടി നിലത്തിട്ടപ്പോൾ വലിയവനായ ദൈവം അതിനെ പാമ്പാക്കി മാറ്റി. സ്തോത്രം. പക്ഷേ അവിടെ സ്തോത്രം തീർന്നില്ല. മിസ്രൈമിലെ മന്ത്രവാദികൾ അവരുടെ വടി നിലത്തിട്ടപ്പോഴും അതും പാമ്പായി തീർന്നു. നമ്മൾ അതിനും സ്തോത്രം പറയും. നമുക്ക് അത്ഭുതം കണ്ടാൽ മതി, ആരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ ബ്രദറെ ശരിയാവൂല ബ്രദറെ, അത്ഭുതം നടന്നില്ലേ? അയ്യോ, അദ്ദേഹം പറഞ്ഞ അച്ചട്ടാണ് ബ്രദറെ. കാക്കാത്തികൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഇപ്പൊ വളരെ കുറവാണ്. കാക്കാത്തികൾ അവര് ഈ കൈനോട്ടക്കാരാണ്. കുറച്ച് തമിഴ് ചേർന്ന മലയാളത്തിൽ അവരിങ്ങനെ വരും. പണ്ടൊക്കെ വീടുകളിൽ വരും, അമ്മാ ചൊല്ലട്ടുമാ, ഒരു പ്രവചനം ചൊല്ലട്ടുമാ. അപ്പൊ നമ്മൾ പറയും വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്നൊരു പ്രവചനം അടിക്കും, ഞെട്ടിപ്പോവും. ഉങ്ങളുടെ മൂത്ത മകൻ എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറയാൻ കറക്റ്റ് ആയിരിക്കും. അയ്യോ, നമ്മള് ഫ്ലാറ്റ്. മറ്റേതാണ് ഒരു പ്രവാചകനെ എവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് പ്രവചനം കേൾക്കാൻ. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്ക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ടി വിയിലും കൺവെൻഷൻ സ്റ്റേജുകളിലും കേൾക്കുന്ന ഈ പ്രവചനങ്ങളും ഈ പ്രസംഗങ്ങളും അവരെ എങ്ങോട്ടാ നയിക്കുന്ന? അന്യ ദൈവങ്ങൾ, പണത്തിലേക്കല്ലേ? അവര് പറയുന്നത് എന്താ? നിങ്ങൾ പണം ഉണ്ടാകുന്നല്ലേ പറയുന്നത്, പ്രശസ്തി ഉണ്ടാകുന്നല്ലേ പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് വണ്ടി കയറി പോകേണ്ട ആവശ്യം എന്താ? കൊച്ചിന് വീസ കിട്ടാൻ, കൊച്ചിന് പ്രൊമോഷൻ കിട്ടാൻ, കൊച്ചിന് അഡ്മിഷൻ കിട്ടാൻ. നമ്മൾ പറഞ്ഞു വരുന്ന കടുകുമണി വിശ്വാസം പറഞ്ഞപ്പോഴാണ് പറയുന്നത്, കാട്ടത്തിയെ വെള്ളത്തിൽ ചാടിക്കുന്നതല്ല കടുകുമണി വിശ്വാസം, അല്ലെ ചാടിക്കാൻ വേണ്ടിയുള്ളതല്ല കടുകുമണി വിശ്വാസം. ഇന്ന് അനേകർ ദുരുപയോഗം ചെയ്യുന്നു, ആളുകളെ വഞ്ചിക്കുന്നു, ആളുകളെ ദ്രവ്യാഗ്നികളാക്കുന്നു, ആളുകളെ ലോകസ്നേഹികളാക്കുന്നു. വിശ്വാസത്തിന്റെ പേരിൽ ഒരുപാട് തിന്മകൾ അവർ പ്രവർത്തിക്കുന്നു. കടുകുമണി വിശ്വാസം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അല്പം വിശ്വാസമുള്ളൂ, സാരമില്ല, അത് പ്രാക്ടീസ് ചെയ്യേ. കർത്താവ് നിങ്ങളോട് പറയുകയാണ്. ഞാനിത് പറയുന്നത് ഒരു പ്രാവശ്യം, ഞാനൊരു വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യാം. ഒരു സെക്കൻഡ് AC യിലാണ് ട്രാവൽ ചെയ്യുന്നത്. നടപ്പാതയിൽ ആ സീറ്റിന്റെ ഇടയിലുള്ള വഴിയിൽ ആരോ ചായ കുടിച്ചിട്ട് ഗ്ലാസ് അവിടെ ഇട്ടിരിക്കുക. അപ്പൊ എൻ്റെ ഉള്ളിൽ ഭയങ്കര കോപം. ഇവരൊക്കെ ഇത്ര കാശുള്ളവരാണ്, സെക്കൻഡ് AC യാത്ര ചെയ്യുന്നവരൊക്കെ ഇത്തിരി ധനികരായിരിക്കും, എന്നിട്ട് എന്താണ് അവർക്കൊരു സംസ്കാരം ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട ദൈവനോട് പറഞ്ഞു, നീ അതെടുത്ത് കളയാൻ പറഞ്ഞു.
ഒരു ദൈവദാസനോടാണോ? അപ്പൊ ദൈവദാസനോട് അത് പറഞ്ഞാൽ അതാരായിരിക്കും? പിശാച് അല്ലേ? ഇല്ല, ദൈവമാണ് എന്നോട് പറഞ്ഞത്. വിശ്വാസത്തിന്റെ ഓരോ പടികൾ എന്നെ ദൈവം പഠിപ്പിക്കുകയാണ്. ബൈ ഫെയ്ത്ത് ഞാനത് എടുത്ത് കളഞ്ഞു, ഞാനത് എടുത്തിട്ടു. ചെറിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേ, ദൈവം പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ദൈവം അടുത്ത പടിയിൽ, അതാണ് കടുകുമണി വിശ്വാസം. ദിസ് ഈസ് പ്രോഗ്രസീവ് റെവലേഷൻ, പ്രോഗ്രസീവ് ഫെയ്ത്ത്. റെവലേഷനും പ്രോഗ്രസീവ് ആണ്, വിശ്വാസവും പ്രോഗ്രസീവ് ആണ്. ഒരു കാര്യവും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ തുടരും. നമ്മൾ പറഞ്ഞു ആഗ്രഹമുണ്ടായി, ആഗ്രഹം നിവർത്തിക്കാനുള്ള ശക്തിയും ആഗ്രഹവും ദൈവം തരുന്നു. അതിനനുസരിച്ച് ഞാൻ ആക്ട് ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു. ദൈവം പ്രവർത്തിക്കുന്നതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ കർത്താവ് എന്നെ വിശ്വാസം വളരാൻ ആവശ്യമായ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ഈ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ അല്ല നമ്മൾ ഈ സാഹചര്യങ്ങൾ പറയാം, നമ്മൾ പിന്നീട് പഠിക്കും. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ആ സാഹചര്യങ്ങളിൽ വെച്ച് ദൈവം നമ്മളെ വിശ്വാസം പഠിപ്പിക്കും. ദൈവം വിശ്വാസം പഠിപ്പിക്കുന്ന പാഠശാലയുടെ പേരാണ് തീച്ചൂള, ബേണിംഗ് ഫർണസ്. ബേണിംഗ് ഫർണസ്. അല്ലാതെ കൺവെൻഷൻ സ്റ്റേജിലിരുത്തിയോ ഈ ബൈബിൾ സ്റ്റഡിയിലിരുത്തിയോ ഒന്നും ദൈവം പഠിപ്പിക്കത്തില്ല. ദൈവം അത് നമുക്ക് കുറച്ച് ആലോചന തരിക. അങ്ങനെ വിശ്വാസത്തിൽ നമ്മൾ വളരുമ്പോൾ our faith will be tested. നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടും. നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടും. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷ സന്തോഷമെന്ന് എണ്ണുവിൻ. വിശ്വാസത്തിന്റെ പരിശോധന, ദ ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പരിശോധനയും പരീക്ഷയും വിശ്വാസത്തിന്റെ ടെസ്റ്റാണ്. ദൈവത്തിൽ എത്രമാത്രം വിശ്വാസം ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു ആശ്വാസം, ദൈവം വലിയ കാര്യങ്ങളൊന്നും നമ്മളോട് ആവശ്യപ്പെടത്തില്ല. നമ്മുടെ പേടി അതാണ്. നമ്മുടെ വളർച്ചയ്ക്ക് അനുസരിച്ചുള്ള, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് അനുസരിച്ചുള്ള ടെസ്റ്റ് ദൈവം നമുക്ക് തരും. നമ്മൾ സാധാരണ പറയാറുണ്ട്, അയ്യോ ദൈവമേ ഇത്ര വലിയ പരീക്ഷ എനിക്ക് തന്നതിനാ. ഇല്ല, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സഹിക്കാൻ കഴിയുന്നതിന് മീതെയുള്ള പരീക്ഷകളെ ദൈവം തരത്തില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ദൈവം തന്നിരിക്കുന്ന ആ പരിശോധന നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ദൈവം തന്നിരിക്കുന്നത്. അവിടെ വിശ്വാസം വേണം. എന്താണ് വിശ്വാസം? ദൈവത്തിന്റെ വചനം അത് പറയുന്നത് കൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. എനിക്ക് തന്നിരിക്കുന്ന ഈ പരീക്ഷ എനിക്ക് സഹിക്കാൻ കഴിയുന്നതാണ്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴി ഉണ്ടാക്കും. 1 കൊരിന്ത്യർ 10:13. സഹിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടാൽ അപ്പോൾ ദൈവം ഒരു പുതിയ വഴി തുറന്ന് നമ്മളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ദൈവത്തിൽ എനിക്ക് ആ വിശ്വാസം ഉണ്ടാകുമ്പോൾ എനിക്ക് ഈ പരീക്ഷയിലേക്ക് നടന്നു പോകാൻ ധൈര്യമുണ്ടാകും. പലപ്പോഴും എനിക്ക് ധൈര്യമില്ലാത്തതിന്റെ കാര്യം, ഞാനിത് എങ്ങനെ താങ്ങും എന്നുള്ള ചിന്തയാണ്. ഞാനല്ലോ താങ്ങുന്നത്. കർത്താവ് പറഞ്ഞിട്ടില്ല എന്നോട്. എന്ത് പറഞ്ഞു? നിനക്ക് സഹിക്കാൻ കഴിയാത്തതിന് മീതെ പരീക്ഷ തരത്തില്ല. അബ്രഹാമിനോട് തന്റെ മകനെ യാഗം കഴിക്കാൻ പറഞ്ഞത് തുടക്കം തന്നെയാണ്. അവന്റെ വിശ്വാസ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ദൈവം പറഞ്ഞു, നിന്റെ മകനെ കൊണ്ടുപോയി യാഗം കഴിക്കാൻ. ഇല്ല, അനേക വർഷങ്ങൾ, അനേക ദൈവിക അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ ഒരു വളർച്ചയുടെ ഉന്നതിയിലാണ് ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നത്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കുക. സഹിക്കാൻ കഴിയുന്ന പരീക്ഷകളെ ദൈവം നമുക്ക് തരൂ. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. യാക്കോബ് 5:13. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ.
എന്താ പ്രാർത്ഥിക്കേണ്ടത്? നമുക്ക് ആകെ അറിയാവുന്ന ഒറ്റ പ്രാർത്ഥനയുള്ളൂ, കർത്താവ് ഈ കഷ്ടം മാറ്റി തന്നെ, കഷ്ടം മാറ്റി തന്നെ, കഷ്ടം മാറ്റി തന്നെ. എന്റെ മകള് ഡിഗ്രി ഫൈനൽ ഇയറിലാണ് പഠിക്കുന്നത്. ഇപ്പൊ അവളുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക, യൂണിവേഴ്സിറ്റി എക്സാം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവള് യൂണിവേഴ്സിറ്റിക്ക് ഒരു അപേക്ഷ കൊടുത്തു, ഈ പരീക്ഷകളൊക്കെ ഒന്ന് മാറ്റിത്തരാമോ? അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറുപടി കിട്ടി, ശരി, നിനക്ക് പരീക്ഷ വേണ്ടെങ്കിൽ എഴുതണ്ട, ഒരു 3 മാസം കഴിയുമ്പോൾ റിസൾട്ട് വരും. അപ്പൊ അതിന് ജയിച്ചവരുടെയും തോറ്റവരുടെയും ലിസ്റ്റ് കാണും. എന്റെ മകളുടെ പേര് ഏത് ലിസ്റ്റിൽ കാണും? തോറ്റവരുടെ ലിസ്റ്റിൽ കാണും. പരീക്ഷ എന്തിനാ കൊടുത്തേ? പരീക്ഷ കൊടുത്തത് എഴുതാൻ വേണ്ടിയാണ്. എഴുതിയെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റൂ. ദൈവം നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളെ അനുവദിച്ചത്, കഷ്ടങ്ങളെ അനുവദിച്ചത്, നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു അയൽവക്കക്കാരനെ കൊണ്ടുവന്നത്, നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു അയൽവക്കക്കാരനെ കൊണ്ടുവന്നത്, നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു അയൽവക്കക്കാരനെ കൊണ്ടുവന്നത് അവിചാരിതമായിട്ടല്ല. നിങ്ങളുടെ ഓഫീസിൽ ഒന്നും അവിചാരിതമായിട്ടല്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്നും അവിചാരിതങ്ങളില്ല. ദൈവത്തിന്റെ പ്ലാനിലാണ് എല്ലാം നടക്കുന്നത്. ഞാൻ രാവും പകലും പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന പോരാതെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരാളെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കാൻ, എന്റെ അയൽവക്കക്കാരനെതിരെ പ്രാർത്ഥിക്കാൻ. അയൽവക്കക്കാരൻ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം ഒരു പ്രവചനം പറഞ്ഞു, 3 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് തലയിൽ ഇടിത്തി വീഴും, അങ്ങനെ നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇതൊക്കെയാണ് നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നത്. കഷ്ടം അനുഭവിക്കാൻ പ്രാർത്ഥിക്കട്ടെ. അതിൽ പല പ്രാർത്ഥനയുണ്ട്. പല പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട പ്രാർത്ഥന, കർത്താവേ, ഈ കഷ്ടതയിൽ സഹിഷ്ണുതയോടെ നിൽപ്പാൻ എനിക്ക് കൃപ നൽകണമേ. കർത്താവിനെ തള്ളിപ്പറയാൻ ഇടവരരുതേ, പിറുപിറുക്കാൻ ഇടവരരുതേ. നമുക്കതറിയില്ല. നമ്മൾ പറയുന്നതാണ് കഷ്ടം അനുഭവിക്കുന്ന പ്രാർത്ഥിക്കട്ടെ. എന്ത് പ്രാർത്ഥിക്കണം? കഷ്ടത നീങ്ങിപ്പോവാൻ. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അവർ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും നിലവിളിച്ച് ആ കഷ്ടത മാറ്റി, അല്ലെ ആ സാഹചര്യത്തെ മാറ്റി. അവരുടെ ജീവിതത്തിൽ ആത്മീയമായി തകരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരുന്നില്ല അവര്. വർഷങ്ങൾ കഴിയുമ്പോൾ ഇപ്പോഴും ഈ ജഡീക തലത്തിൽ, നിരൂപണത്തിന്റെ തലത്തിൽ ജീവിക്കാനേ അവർക്ക് അറിയൂ. വിശ്വാസത്തിന്റെ തലത്തിൽ അവർ വളർന്നിട്ടില്ല. നമ്മൾ ഇന്ന് ചിന്തിച്ചത് പ്രോഗ്രസീവ് ഫെയ്ത്തിനെ കുറിച്ചാണ്. ഇനിഷ്യൽ ഫെയ്ത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. കർത്താവിലേക്ക് നമ്മൾ വന്നു. ഇനി കർത്താവിൽ വന്ന ഒരാളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവൻ വിശ്വാസത്തിൽ വളരണം. ആ വളർച്ച എന്ന് പറയുന്നത് പടിപടിയായിട്ടുള്ള വളർച്ചയാണ്, ഇൻസ്റ്റന്റ് വളർച്ചയല്ല. അങ്ങനെ വളരാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം എനിക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു തരും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ആ കഠിനമായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ അനുഭവിക്കുന്ന പ്രതികൂലം എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരമാണ്. എന്താണ്? എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ആ സാഹചര്യത്തിൽ നമ്മൾ വരുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, വിശ്വാസത്താലാണ് നമ്മൾ കാണേണ്ടത്. എന്താണ്? ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സഹിക്കാൻ കഴിയുന്നതാണ് ഈ കഷ്ടത, ഈ സാഹചര്യം. അതുകൊണ്ട് ദൈവം എന്നെ ബലപ്പെടുത്തുമെന്നുള്ള വിശ്വാസം ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് അതിനെ അതിജീവിക്കാൻ കഴിയും. പഴയൊരു വാക്യമുണ്ട്, അവൻ ശോധന ചെയ്ത് പൊന്നുപോലെ പുറത്തു വരും. ഈ സാഹചര്യത്തിൽ കൂടെ ഞാൻ പോയി കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഞാൻ കൂടുതൽ ദൈവത്തെ അറിയും. ഞാൻ വിശ്വാസത്തിൽ അടുത്ത പടിയിലേക്ക് ഞാൻ വന്നു. കാര്യം ഈ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്റെ വിശ്വാസം വർദ്ധിച്ചു. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നല്ലോ, ദൈവം എന്നെ നടത്തും. സഹിക്കാൻ കഴിയുന്നതിന് മീതെയുള്ള കഷ്ടതകൾ അവൻ നിങ്ങൾക്ക് നൽകുകയില്ല. അഥവാ സഹിക്കാൻ കഴിയാത്ത ലെവലായി എന്ന് കണ്ടാൽ, നമ്മുടെ ഈ പ്രഷർ കുക്കർ ഉണ്ടല്ലോ, നമുക്കറിയാം, ആ പ്രഷർ കുക്കറിൽ ഉൾക്കൊള്ളേണ്ടതായ നീരാവി എയർ അധികമായാൽ പെട്ടെന്ന് അതിന്റെ സേഫ്റ്റി വാൽവ് ഉയർന്നിട്ട് ആ എയർ പുറത്തേക്ക് കളയും, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. ഇതുപോലെ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. സഹിക്കാൻ കഴിയുന്നതിന് മീതെ ദൈവം നമുക്ക് പരീക്ഷകളെ തരത്തില്ല. നമുക്ക് നാളെ ഇതിന്റെ ബാക്കി നമുക്ക് പഠിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.